അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഹജ്ജ് ഉംറ നിർബന്ധമുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ഇത് ജിനാസ് സൂറയുടെയോ റിയാലിസോലിൻ്റെയോ ഉലാസയുടെയോ ക്ലാസ് അല്ല. ഇത് ഹജ്ജിനെ കുറിച്ചും ഉംറനെ കുറിച്ചും അത്യാവശ്യം വേണ്ട അറിവിനെ കുറിച്ചുള്ള ക്ലാസ്സാണ്. പ്രായപൂർത്തിയും ബുദ്ധിയും കഴിവുമുള്ള സ്വതന്ത്രരായ എല്ലാ മുസ്ലിമിനും ആയുസ്സിലൊരിക്കൽ ഹജ്ജും ഉംറയും നിർബന്ധം. അതിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല. യാത്രയ്ക്ക് വേണ്ട സാമ്പത്തികം, ശാരീരിക ആരോഗ്യം വഴി സുരക്ഷ, മാതാപിതാക്കളിൽ നിന്നും മറ്റുമുള്ള യാത്രാനുമതി എന്നിവയാണ് കഴിവുകൊണ്ടുള്ള വിവക്ഷ. തനിക്കും താൻ ചിലവ് നൽകൽ നിർബന്ധമായവർക്കും തിരിച്ചെത്തുന്നതുവരെയുള്ള ചിലവിനുള്ള മാർഗം, കടബാധ്യതയുണ്ടെങ്കിൽ അത് കൊടുത്തു വീട്ടാനുള്ള മാർഗം, തനിക്കും കുടുംബത്തിനും താമസിക്കാനുള്ള വീട്, തൊഴിൽ, ഉപകരണങ്ങൾ, ആ നിലയ്ക്ക് ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സർവ്വ കാര്യങ്ങളും കഴിഞ്ഞാൽ ബാക്കി സാമ്പത്തിക ശേഷിയുണ്ടെങ്കിൽ അവന് ഹജ്ജും ഉംറയും നിർബന്ധം തന്നെ. ഹജ്ജും ഉംറയും നിർബന്ധമായ ഒരാൾ അത് നിർവഹിക്കാതെ മരണപ്പെടുന്നത് മഹാദുരിതമാകും. അയാൾ ജൂതനോ ക്രിസ്ത്യാനിയോ ആയി മരണപ്പെടേണ്ടി വരുമെന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയിട്ടുണ്ട്. ഒരാൾക്ക് സാമ്പത്തികമുണ്ട്, പക്ഷെ ആരോഗ്യമില്ല. എന്നാൽ മുമ്പ് ഹജ്ജ് ഉംറ കർമ്മങ്ങൾ നിർവഹിച്ച ഒരാളെ പ്രതിനിധിയാക്കി പറഞ്ഞയക്കാം. അയാൾ അത് കൃത്യമായി നിർവഹിക്കാൻ യോഗ്യനാകണമെന്നു മാത്രം. പുരുഷന് പകരം സ്ത്രീയോ സ്ത്രീക്കു പകരം പുരുഷനോ ആയാലും വിരോധമില്ല. ഇസ്തിഖാറത്ത് മാനവ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള തൗഫീക്ക്. മബ്റൂറായ ഹജ്ജിന് പ്രതിഫലം സ്വർഗം മാത്രം. മഖ്ബൂലായ ഉംറയ്ക്കുള്ള പ്രതിഫലം അനിർവചനീയം. സ്വഹീഹായ ഹദീസിൽ ഇക്കാര്യം പ്രസ്താവിച്ചിരിക്കുന്നു. മബ്റൂർ, മഖ്ബൂൽ എന്നൊക്കെ പറഞ്ഞാൽ പാപക്കലർപ്പില്ലാത്തത്, വിശുദ്ധമായത്, സ്വീകാര്യയോഗ്യമായത് എന്നൊക്കെയാണ് ഭാഷാർത്ഥം. ഹജ്ജോ ഉംറയോ നിർവഹിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ആദ്യമായി വേണ്ടത് 2 റക്അത്ത് ഇസ്തിഖാറത്ത് നിസ്കരിക്കുകയാണ്. ഗുണാന്വേഷണ നിസ്കാരം. നമ്മുടെ ഉദ്ദേശം പരിശുദ്ധമായ ഹജ്ജ് കർമ്മം അല്ലെങ്കിൽ ഉംറ കർമ്മം നിർവഹിക്കലാണല്ലോ. അതിനു വേണ്ടിയുള്ള ഗുണാന്വേഷണത്തിൽ ഉംറയ്ക്ക് പോകുന്നത് അല്ലെങ്കിൽ ഹജ്ജിന് പോകുന്നത് ഗുണമോ ദോഷമോ എന്നല്ല. ഈ വർഷം തന്നെ പോകുന്നത് ഗുണമുണ്ടോ, ആരോടൊപ്പം പോകണം, ഏത് ട്രാവൽസിൽ എന്നീ പ്രകാരമുള്ള അന്വേഷണമാണ് നടത്തേണ്ടത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അള്ളാഹുവിനോട് ഗുണാന്വേഷണം നടത്തേണ്ടത്. ഇസ്തിഖാറത്ത് നിസ്കാരത്തിന് നിയ്യത്ത് ചെയ്യേണ്ടത് ഇങ്ങനെ: മുസല്ലി സുന്നത്തി റകഅത്തിനി ഇസ്തിഖാറത്തിലില്ലാഹി തആല. ഗുണാന്വേഷണത്തിൻ്റെ 2 റക്അത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിർവഹിക്കുന്നു. നിയ്യത്ത് അറബിയിൽ തന്നെ വേണമെന്നില്ല, മലയാള ഭാഷയിലുമാകാം. 1-ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കാഫിറൂനും 2-ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസും ഓതൽ സുന്നത്തുണ്ട്. നിസ്കാര ശേഷം ഈ ദുആ ഓതുന്നത് നല്ലതാണ്. അള്ളാഹുവിൻ്റെ വിജ്ഞാനത്തെ മുൻനിർത്തിക്കൊണ്ട്, നന്മയെയും നിന്റെ ഖുദ്റത്തിനെയും വഴിയാക്കിക്കൊണ്ട് കഴിവിനെയും ഞാൻ ചോദിക്കുന്നു. നിന്റെ മാൽസന്നിധിയിൽ നിന്നുള്ള മഹത്തായ ഔദാര്യത്തിൽ നിന്ന് നിന്നോട് ഞാൻ തേടുന്നു. നീ സർവ്വതിനും കഴിവുള്ളവൻ, ഞാൻ ഒന്നിനും കഴിയാത്തവൻ. നിനക്ക് എല്ലാം അറിയാം, എനിക്ക് ഒന്നും അറിയില്ല. നീ അദൃശ്യ കാര്യങ്ങൾ മുഴുവൻ അറിയുന്നവൻ. അല്ലാഹുവേ, എനിക്ക് ഈ വർഷം ഹജ്ജിന് പോകുന്നത് എൻ്റെ ഇഹപര വിഷയങ്ങളിലും ജീവിത മേഖലകളിലും മറ്റു പ്രശ്നങ്ങളിലും എനിക്ക് ഗുണപ്രദവും ഉത്തമവുമാണ് എന്നതാണ് നിന്റെ അറിവെങ്കിൽ ഈ യാത്ര എനിക്ക് ധന്യമാക്കി തരേണമേ. അതെനിക്ക് എളുപ്പമാക്കി തരേണമേ. അതെനിക്ക് പ്രയാസരഹിതവും ഗുണവർദ്ധനവുമാക്കി തരേണമേ. അല്ലാഹുവേ, എൻ്റെ ഈ ഹജ്ജ് യാത്ര ഈ വർഷമാകുന്നത് ഉദ്ദേശകാര്യങ്ങൾക്ക് നാശകരമാണെന്നാണ് നിന്റെ അറിവെങ്കിൽ അതിൽ നിന്നും എന്നെ വർജ്യനാക്കുകയും എനിക്ക് ഗുണം കനിയുകയും എന്നെ നിന്റെ സംതൃപ്തിക്ക് വിധേയനാക്കുകയും ചെയ്യണമേ.
ഈ പറയപ്പെട്ട നിസ്കാരം 7 പ്രാവശ്യം ആവർത്തിക്കൽ സുന്നത്തുണ്ട്. അതിൽ വളരെ ഗുണമുണ്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളിയിട്ടുണ്ട്. ഇസ്തിഖാറത്ത് നിസ്കാരം നിർവഹിച്ച ശേഷം എന്താണ് മനസ്സിൽ ഗുണകരമായി തോന്നുന്നതെങ്കിൽ അപ്രകാരം തീരുമാനിക്കുക. അതിൽ ഹൈറും ബർക്കത്തും ഉണ്ടാകും. ഈ പറയപ്പെട്ട നിസ്കാരം നിർവഹിക്കപ്പെടുന്നത് നിസ്കാരം വിരോധിക്കപ്പെട്ട സമയത്താകരുത്. അതിപ്രകാരം: സുബഹി നിസ്കാര ശേഷം സൂര്യോദയം വരെ, സൂര്യനുദിക്കാൻ തുടങ്ങി സുമാർ 17 മിനിറ്റ് കഴിയുന്നത് വരെ, അസർ നിസ്കാര ശേഷം സൂര്യാസ്തമയം വരെ, വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ സൂര്യൻ മധ്യരേഖയിൽ എത്തുന്ന സമയം. ഈ യാത്ര ഇറങ്ങുമ്പോഴുള്ള സുന്നത്ത് നിസ്കാരവും ഇഹ്റാമിനു വേണ്ടിയുള്ള സുന്നത്ത് നിസ്കാരവും തത്സമയം പാടില്ലെന്ന കാര്യം പ്രത്യേകം ഓർക്കുക. എന്നാൽ പരിശുദ്ധ മക്ക ഹറമിൻ്റെ പരിധികളിൽ വെച്ച് ഈ ചൊന്ന സമയങ്ങളിൽ നിസ്കരിക്കുന്നത് വിരോധമില്ല. ശ്രദ്ധേയം സുപ്രധാനം: ഹജ്ജിനോ ഉംറയ്ക്കോ ഉദ്യമിക്കുന്നതോടെ ഒരു വിശിഷ്ട ജീവിതത്തിലേക്കുള്ള പ്രവേശം തുടങ്ങുകയായി. ആ മഹത്തായ പ്രവേശനത്തിനു മുമ്പായി മാതാപിതാക്കളിൽ നിന്ന് അനുവാദവും പൊരുത്തവും വാങ്ങണം. നമ്മുടെ ഈ യാത്ര ഉംറക്കാണല്ലോ. സുന്നത്തായ ഹജ്ജിനും ഉംറയ്ക്കും അത് അനിവാര്യം. നിർബന്ധമായ ഹജ്ജിനും ഉംറയ്ക്കും അത് വേണ്ട. എങ്കിലും അവരുടെ അനുവാദത്തോടു കൂടിയായാൽ അത്യുത്തമം. ഹജ്ജിനോ ഉംറയ്ക്കോ സംഘടിപ്പിക്കുന്ന പണം ഹലാലായതാകണം. ഹറാമായ സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന ഹജ്ജും ഉംറയും മഖ്ബൂലും മക്റൂറുമാകാൻ സാധ്യതയില്ല. നിർബന്ധം വീടുമെങ്കിലും ഹംബലി മദ്ഹബ് പ്രകാരം ഹറാമായ സമ്പത്ത് കൊണ്ടുള്ള ഹജ്ജും ഉംറയും സാധുവാകില്ല. മശായിഖുമാർ, ഉസ്താദുമാർ, പുണ്യാത്മാക്കൾ മുതലായവരോട് കൂടിയാലോചന നടത്തലും ദുആ ചെയ്യിക്കലും നല്ലതാണ്. ആർക്കെങ്കിലും സാമ്പത്തിക ബാധ്യതയുണ്ടെങ്കിൽ അത് എത്ര ചെറുതാണെങ്കിലും കൊടുത്തു വീട്ടണം. വാക്കു സംബന്ധമായി ഗീബത്ത് പറഞ്ഞതോ തെറ്റിദ്ധാരണ പുലർത്തിയതോ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കണം. കാണാൻ സാധിക്കാത്തവരോ മരണപ്പെട്ടവരോ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ: ഏതായാലും ഹജ്ജിനോ ഉംറയ്ക്കോ പോകാൻ തീരുമാനിച്ചല്ലോ. ഇനി അതിൻ്റെ ഒരുക്കങ്ങൾക്കാണ് ആവശ്യം. വസ്ത്രധാരണ രീതി പലർക്കും പല വിധത്തിലുമായിരിക്കും. എങ്കിലും വെള്ള വസ്ത്രം തന്നെയാണ് ഉത്തമം. ഇഹ്റാമിനുള്ള വസ്ത്രം സുമാർ 2.25 മീറ്റർ അല്ലെങ്കിൽ 2.5 മീറ്റർ ഉടുക്കാനും 2 മീറ്റർ പുതക്കാനും വേണം. അത് 2 ജോഡി കരുതുന്നത് നല്ലതാണ്. സ്ത്രീകൾക്ക് വസ്ത്രധാരണയിൽ മാറ്റമില്ല. അവർക്ക് ഇഹ്റാം കെട്ടിയാൽ മുഖവും മുൻകൈയും മറക്കൽ ഹറാമാണെന്ന് മാത്രം. മറ്റു വിരോധിത കാര്യങ്ങൾ പുരുഷന്മാരുടെ രീതി തന്നെയാണ് അവർക്കും. ചെരുപ്പും ഒരു ജോഡി അധികം വെക്കുന്നത് നല്ലതാണ്. ഇടയ്ക്ക് നഷ്ടപ്പെട്ടാൽ പരിഹരിക്കാമല്ലോ. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, സ്റ്റൗ മുതലായവയൊന്നും യാതൊരു കാരണവശാലും എടുക്കരുത്. അത്യാവശ്യവും കേടുവരാത്തതും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്തതുമായ ഭക്ഷ്യവിഭവങ്ങൾ എടുക്കാം. സ്ത്രീകൾക്ക് സോക്സ് വേണം. ചെരുപ്പ് സൂക്ഷിക്കാൻ ഒരു കവറും എടുക്കുന്നത് കൊള്ളാം. സാധനങ്ങൾ കൊണ്ടുപോകാൻ സൗകര്യമുള്ള ഒരു പെട്ടിയോ ബാഗോ വേണം. അതിന്മേൽ പൂർണ്ണ വിലാസം ഉടമസ്ഥന് കണ്ടാൽ തിരിച്ചറിയുന്ന നിലയ്ക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതുക. പുറപ്പെടുന്ന എയർപോർട്ടിൻ്റെയും ഇറങ്ങുന്ന എയർപോർട്ടിൻ്റെയും പേരുകൾ പ്രത്യേകം എഴുതുക. ലഗേജ് പരമാവധി ചുരുക്കലാണ് നല്ലത്. പുറപ്പെടുന്നതിന് മുമ്പ് ഒരു വിദഗ്ധ ഡോക്ടറെ സമീപിക്കുന്നത് നല്ലതാണ്. ഡോക്ടറിൽ നിന്നൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറെ പ്രയോജനപ്രദമാകും. രോഗികളാണെങ്കിൽ സാധാരണ കഴിക്കുന്ന മരുന്നുകൾ തിരിച്ചെത്തുന്നത് വരെക്കുള്ളത് വാങ്ങിവെക്കലും ആവശ്യമാണ്. യാത്രയാകുന്നതിൻ്റെ തലേ രാത്രി ഒന്ന് നന്നായി ഉറങ്ങാൻ ശ്രദ്ധിക്കണം. ക്ഷീണിതനായി പുറപ്പെടുന്നതത്ര ദല്ല. യാത്രയ്ക്ക് ഒരു സംഘമുണ്ടെങ്കിൽ കൂട്ടത്തിലൊരാളെ അമീറായി നിശ്ചയിക്കുന്നത് ഉപകാരവും യാത്രയുടെ പ്രധാനപ്പെട്ട അദബുമാണ്. അമീർ എല്ലാ നിലയ്ക്കും യോഗ്യനായിരിക്കണം. ട്രാവൽസ് നിശ്ചയിക്കുന്ന അമീറിനെ അനുസരിച്ച് യാത്ര ചെയ്യണം. പരസ്പരം സ്നേഹം, സഹകരണം, ക്ഷമ, സഹനം മുതലായ ഗുണവിശേഷണങ്ങൾ എല്ലാവരും പുലർത്തണം. തൻ്റെ കൂട്ടുകാരന് തന്നെക്കൊണ്ടൊരു വിഷമവും ഉണ്ടാകരുതെന്ന് ഓരോരുത്തരും തീരുമാനിച്ചാൽ യാത്ര സർവ്വനിലയ്ക്കും സന്തോഷമായിരിക്കും. നല്ല ദിവസം: വ്യാഴാഴ്ചയാണ് യാത്രയ്ക്ക് ഏറ്റവും നല്ല ദിവസം. അത് കഴിഞ്ഞാൽ തിങ്കൾ, പിന്നെ ശനി എന്നിങ്ങനെയാണ് ക്രമം.
പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ വിമാന സമയം പരിഗണിച്ച് ദിവസം നേരത്തെ തീരുമാനിക്കാൻ പറ്റില്ല. ട്രാവൽസിൽ നിന്നുള്ള അറിയിപ്പിനെ മാനിക്കുകയേ നിർവാഹമുള്ളൂ. എങ്കിലും മേൽപ്പറയപ്പെട്ട ദിവസങ്ങളിലാക്കാനുള്ള ശ്രമം എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകണം. യാത്ര പുറപ്പെടുന്നത് കാലത്ത് സൂര്യോദയം കഴിഞ്ഞ് അല്പസമയത്തിന് ശേഷമാകലാണ് ശ്രേഷ്ഠം. യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിക്കാനുണ്ട്. വളരെ പുണ്യമുള്ള ഒന്നാണത്. യാത്രയ്ക്കുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അത് നേരത്തെ പറഞ്ഞ പ്രകാരം വിരോധിക്കപ്പെട്ട സമയത്താകരുതെന്ന് മാത്രം. ഇൻഷാ അല്ലാഹ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. വാഹിർ ദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.